തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടി നാഗർകോവിലിലെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കുപ്പിയിൽ വെള്ളമെടുത്ത ശേഷം അതേ വണ്ടിയിൽ തിരികെ കയറി കന്യാകുമാരിയിലേക്ക് പോയിരിക്കാം എന്ന നിഗമനത്തിൽ ആണ് ഇപ്പോൾ പോലീസ്. ടിൻഡു, ഇപ്പോൾ കേരള പോലീസിനോടൊപ്പം തമിഴ്നാട് പോലീസും ഈ തെരച്ചിലിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അനിൽ നമ്പ്യാർ, കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് കേരള പോലീസിന്റെ കൂടെ തമിഴ്നാട് പോലീസിന്റെ പ്രതിനിധികളും ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാകുന്നില്ല. കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള പോലീസ് രാവിലെ നമ്മളെ ബൈറ്റ് എടുക്കാനൊക്കെ ശ്രമിച്ചിരിക്കുന്ന സമയത്ത് അവർ പ്രതികരിക്കില്ല എന്ന നിലപാട്. പക്ഷേ തമിഴ്നാട് പോലീസിന്റെ പ്രതിനിധി കേരള പോലീസിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, ഇവിടെ ഒരു സമയം, അതായത് ഈ കന്യാകുമാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമയം കഴിയുകയാണെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ, നിറയെ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവർക്ക് ഇവിടെ ഒരുപാട് ഷെൽട്ടർ, അവർ കഴിയുന്ന ഏരിയകളുണ്ട്, അവർ കഴിയുന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ഭാഷയുമായിട്ട് യോജിക്കുന്ന, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാഷ അറിയാവുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുകയോ അവരുമായിട്ട് ഒക്കെ ഇടപഴകുകയോ അവരുമായിട്ട് മറ്റൊക്കെ ചങ്ങാത്തം കൂടി പോവുകയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഒരുപാടുണ്ട്. കാരണം ഈ കന്യാകുമാരി ബീച്ച്, ഈ ബീച്ച് ഏരിയയിലൊക്കെ മുഴുവൻ ഈ കച്ചവടക്കാരാണ്, വഴിയോടെ കച്ചവടക്കാരാണ്. ഈ അന്യസംസ്ഥാനത്തെ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ അസാമീസും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് ഈ കന്യാകുമാരി എല്ലാ സാധ്യതകളും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കുട്ടിയെ കണ്ടെത്താൻ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തും. റെയിൽവേ IG-യുമായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ സംസാരിച്ചു. ആന്ധ്രയിലെ റെയിൽവേ സ്റ്റേഷനുകളിലും കുട്ടിയുടെ ചിത്രങ്ങൾ കൈമാറിയിട്ടുണ്ട്. ടിൻഡു പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ ഹിന്ദി സംസാരിക്കുന്നവരുമായി ഇടപഴകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ അത്തരം ഗ്രൂപ്പുകളിൽ കുട്ടി പെട്ടുപോവുകയാണെങ്കിൽ കണ്ടെത്തുക അത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ വളരെ സജീവമായിട്ടുള്ള ഊർജിതമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. 13 വയസ്സുകാരിക്കായുള്ള തെരച്ചിൽ 30-ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു. പെൺകുട്ടി നാഗർകോവിലെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചത് ഇപ്പോൾ ആശ്വാസകരമാണ്. കുപ്പിയിൽ വെള്ളമെടുത്ത ശേഷം അതേ വണ്ടിയിൽ തിരികെ കയറി കന്യാകുമാരിയിലേക്ക് പോയിരിക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ്. അതേസമയം കുട്ടി ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ടാവും. മറ്റ് എല്ലാ സാധ്യതകളും പോലീസ് ആരായുന്നുണ്ട്. ടിൻഡു ആണ് വിവരങ്ങൾ നൽകിയത്.